MLA കസേര കൈവിടാതിരിക്കാനുള്ള സകല വഴികളും രാഹുൽ മാങ്കൂട്ടത്തിന് മുന്നിൽ അടയുന്നു. രാഹുലിന്റെ രാജി ആവശ്യപ്പെട്ട് കോൺഗ്രസിലെ വനിതാ നേതാക്കൾ പരസ്യമായി രംഗത്തെത്തി. രാഹുൽ മാങ്കൂട്ടത്തിൽ മുഖ്യധാര രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിൽക്കണമെന്ന് ഉമാ തോമസ് MLAയും ഷാനിമോൾ ഉസ്മാനും ആവശ്യപ്പെട്ടു. എൻ്റെ അഭിപ്രായം തീർച്ചയായിട്ടും രാജിവെക്കണം. ഒരു നിമിഷം മുമ്പ് തന്നെ രാജിവെക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ അഭിപ്രായം. MLA സ്ഥാനം ജനങ്ങൾ തിരഞ്ഞെടുക്കുമ്പോൾ അവരെ മുൾമുനയിൽ നിർത്തിക്കൊണ്ട് ഇങ്ങനെ ഒരു ഒന്നിന് പുറകെ ഒന്നായിട്ട് ഓരോ കേസുകൾ പറയുമ്പോൾ അത് ധാർമ്മികമായിട്ട് അത് ഉത്തരവാദിത്തത്തോടുകൂടി അത് രാജിവെച്ച് മാറി നിൽക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനെ ഒരു ആരോപണം അത് തെറ്റാണെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അന്ന് ആ നിമിഷം തന്നെ ഡിഫമേഷൻ കേസിന് കൊടുക്കായിരുന്നു. അങ്ങനെ ചെയ്തിട്ടില്ലല്ലോ. അപ്പോൾ മൗനം അത് ശരിയല്ല. വിഴുപ്പ് ചുമക്കേണ്ട ബാധ്യതയില്ല എന്നായിരുന്നു ജോസഫ് വാഴക്കന്റെ പ്രതികരണം. ഇങ്ങനെ വാർത്തകൾ വരുന്നവരും വരെ കോൺഗ്രസ് നേതൃത്വം ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. ഒരു പരാതിയോ ഇങ്ങനെ ആരെങ്കിലും പറയുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഞാൻ കേട്ടിട്ടില്ല ഒരിക്കലും. അപ്പൊ ഇത് ഓരോ വാർത്തകളും നമ്മളെ ഞെട്ടിപ്പിക്കുന്ന വാർത്തകളാണ് വരുന്നത്. ഈ കാര്യത്തിൽ കൃത്യമായി ഒരു വിവരം പാർട്ടിയെ അങ്ങനെ അല്ല എങ്കിൽ അതിന്റെ സത്യസ്ഥിതി ബോധ്യപ്പെടുത്താനുള്ള ഉത്തരവാദിത്വം രാഹുലിനുണ്ട്. രാഹുൽ അത് ഇതുവരെ ബോധ്യപ്പെടുത്തിയിട്ടില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ആ സാഹചര്യത്തിൽ എന്തിനാണ് കോൺഗ്രസ് ഈ വിഴുപ്പ് ഏറ്റെടുക്കുന്നത്? കോൺഗ്രസ് പാർട്ടിക്ക് അകത്ത് ഇത്തരം ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ ആ വ്യക്തിയുടെ തെറ്റ് പാർട്ടി ഏറ്റെടുക്കേണ്ട ഒരു കാര്യവുമില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശരിയെങ്കിൽ അത് തെറ്റാണ് എന്ന് ബോധ്യപ്പെടുത്താത്ത സാഹചര്യത്തിൽ അദ്ദേഹം രാജിവെച്ച് പുറത്തു പോകണം. ഇല്ല എങ്കിൽ അദ്ദേഹത്തിന് ഒരു നടപടി സ്വീകരിക്കണം. പ്രതിപക്ഷ നേതാവ് VD സതീശനും KPCC അധ്യക്ഷൻ സണ്ണി ജോസഫും ഉൾപ്പെടെ മുതിർന്ന നേതാക്കളെല്ലാം കൈവിട്ടതോടെ രാഹുൽ പൂർണ്ണമായും ഒറ്റപ്പെടുകയാണ്. MLA സ്ഥാനത്ത് നിന്ന് രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി ഇന്ന് തന്നെ ഉണ്ടായേക്കുമെന്നാണ് സൂചന. ശ്രീജിത്തുണ്ട് വിവരങ്ങളുമായി ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന്. ശ്രീജിത്ത്, എന്തൊക്കെ ആലോചനകൾ ഇപ്പോൾ കോൺഗ്രസിൽ നടക്കുന്നുണ്ട്? ശ്രീജിത്ത്, ഉന്മേഷ്, ഗുരുതരമായ ആരോപണങ്ങൾ നേരിടുന്ന രാഹുൽ മാങ്കൂട്ടത്തിലിനെ നിയമസഭാംഗത്വം രാജിവെപ്പിക്കണം എന്ന പൊതുവികാരമാണ് കോൺഗ്രസിനകത്ത് ശക്തിപ്പെടുന്നത്. ഈ കാര്യത്തിൽ വനിതാ നേതാക്കളും ഒപ്പം മുതിർന്ന നേതാക്കളും ഒരുപോലെ ശക്തമായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് വന്നിരിക്കുന്നു. എങ്കിലും അതിൻ്റെ സംഘടനാ നടപടിക്രമങ്ങൾ ഇപ്പോഴും ബാക്കിയാണ്. KPC പ്രസിഡന്റ് സംസ്ഥാനത്തെ മുതിർന്ന നേതാക്കളുമായും വർക്കിംഗ് പ്രസിഡന്റുമാരുമായും മറ്റും കൂടിയാലോചന നടത്തുന്നുണ്ട്. ഇങ്ങനെ കൂടിയാലോചന നടത്തി കേരളത്തിൽ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയെ വിവരം അറിയിക്കുമ്പോഴാണ് ഹൈക്കമാൻഡിലേക്ക് ഔദ്യോഗികമായി സന്ദേശം പോകുക. എന്തായാലും ഹൈക്കമാൻഡിനും ഇത് പാർട്ടിക്ക് നാണക്കേടുണ്ടാക്കിയ വിവാദത്തിൽ നിന്ന് എത്രയും വേഗം തലയൂരണമെന്ന അഭിപ്രായമാണ്. എങ്കിലും നടപടിക്രമം പൂർത്തീകരിച്ച് നിർദ്ദേശം തങ്ങളുടെ മുന്നിലേക്ക് വന്നാൽ മാത്രമേ കോൺഗ്രസ് ഹൈക്കമാൻഡിന് തീരുമാനമെടുക്കാൻ കഴിയൂ. ഇവിടെ പ്രധാനപ്പെട്ട നേതാക്കളായ ഡോക്ടർ ശശി തരൂർ, കൊടിക്കുന്ന് സുരേഷ്, അച്ചടക്ക സമിതി ചെയർമാൻ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ തുടങ്ങിയ നേതാക്കന്മാരാരും ഇതുവരെ ഇക്കാര്യത്തിൽ ഒരു പരസ്യമായ നിലപാട് പറയാൻ തയ്യാറായിട്ടില്ല. അതായത് ഈ രാജിക്കാര്യത്തിൽ എന്താണ് തങ്ങളുടെ നിലപാടെന്ന് വ്യക്തമാക്കിയിട്ടില്ല. അപ്പോൾ നേതാക്കൾ ഒരു വിഭാഗമെങ്കിലും ഇക്കാര്യത്തിൽ മൗനം തുടരുന്നുണ്ട്. എങ്കിലും KPC അധ്യക്ഷൻ ഈ കാര്യത്തിൽ ചർച്ചകൾ തുടരുന്നു. അതുകൊണ്ട് തന്നെ ഇപ്പോൾ അദ്ദേഹം പ്രതികരിച്ചതുപോലെ തന്നെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് അല്ലെങ്കിൽ ആവശ്യമായ ചർച്ചകൾ നടത്തി തീരുമാനത്തിലേക്ക് വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നിമിഷം മുമ്പേ രാജിവെച്ച് ഒഴിയണമെന്ന അഭിപ്രായമാണ് കോൺഗ്രസിനകത്ത് ഉണ്ടാകുന്നത്. ഇക്കാര്യത്തിൽ എത്ര കണ്ട് രാജി വൈകുന്നോ അത്ര കണ്ട് പാർട്ടിക്ക് ദോഷമാകും എന്ന അഭിപ്രായവും വളരെ ഗൗരവമായി ചർച്ച ചെയ്യുന്നുണ്ട്. എങ്കിൽ പോലും KPC നേതൃത്വം ഇക്കാര്യത്തിൽ നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കുന്നതിൽ അത്തരം ചർച്ചകളിലേക്കാണ് ചർച്ച നടത്തി ഒരു തീരുമാനത്തിലേക്ക് എത്തിയതായി ഇതുവരെയും അവർ പുറത്തു പറയുന്നില്ല. ശ്രീജിത്ത്, ഇപ്പോൾ അദ്ദേഹം തന്നെ വ്യക്തമാക്കിയത് ഉചിതമായ സമയത്ത് തീരുമാനമെന്നുള്ളതാണെന്ന്. അതായത് ഈ KPCC നേതൃത്വം ഈ രാജി വേണമെന്നുള്ള ആവശ്യത്തിലേക്ക് ഒറ്റക്കെട്ടായി ഇപ്പോൾ എത്തിയിട്ടുണ്ട്. മറ്റെന്തൊക്കെ കാര്യങ്ങളാണ് ഇപ്പോൾ ആലോചനയിലുള്ളത്, പരിഗണനയിലുള്ളത് ശ്രീജിത്ത്? ഉന്മേഷ്, ഉപതെരഞ്ഞെടുപ്പ് ഭീതിയാണ് പ്രധാനമായും നേതാക്കളെ, ഈ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിയെ എതിർക്കുന്ന ആളുകൾ ഉന്നയിക്കുന്ന പ്രധാന വാദം. ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ അവിടെ BJPക്ക് സംഘടനാ മുൻതൂക്കമുള്ള പാലക്കാട് തിരിച്ചടി ഉണ്ടാകുമോ എന്ന ആശങ്ക ചൂണ്ടിക്കാണിച്ചാണ് അവർ രാഹുലിൻ്റെ രാജിയെ എതിർക്കുന്നത്. എന്നാൽ അത്ര കണ്ട് കാര്യങ്ങൾ അങ്ങനെ കാത്തിരിക്കാൻ കഴിയുന്ന ഒരു സ്ഥിതിവിശേഷമല്ല ഈ രാഹുലിനെതിരെ ഉയർന്നു വന്ന ആക്ഷേപങ്ങളോടുകൂടി ഉണ്ടായിരിക്കുന്നത്. വളരെ ഗുരുതരമായ ആക്ഷേപങ്ങൾ ഒരു കാലത്തും സംസ്ഥാനത്തെ ഒരു MLAക്കുമെതിരെ ഉണ്ടാകാത്ത തരത്തിലുള്ള ആക്ഷേപങ്ങളാണ് വരുന്നത്. ഇനിയും ഏറെ വരാനുണ്ടെന്നും ഇതിലും ഗുരുതരമായ കാര്യങ്ങൾ അണിയറയിൽ
ഇതിൽ നിന്ന് പുറത്തു വരാനുണ്ട് എന്നും ഉള്ള സംശയങ്ങളുണ്ട്. അതുകൊണ്ട് ഇത്തരത്തിലൊരാളെയും പേറി എങ്ങനെയാണ് നിയമസഭാ സമ്മേളനത്തിലേക്ക് പോകുന്നത്? വരുന്ന മാസം നിയമസഭാ സമ്മേളനം നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒരാളെ വെച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്ന ഉറച്ച നിലപാടാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സ്വീകരിക്കുന്നത്. മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയും രാഹുലിനെ നിയമസഭാ സംഘത്തിൽ നിന്ന് ഒഴിവാക്കണമെന്ന കർശനമായ സമീപനം സ്വീകരിച്ചു കഴിഞ്ഞു. അങ്ങനെ നേതാക്കൾ ഭൂരിപക്ഷവും ഇത്തരമൊരു നിലപാടിലേക്ക് വരുമ്പോഴും KPCC അതിൻ്റെ നടപടിക്രമങ്ങൾ പൂർത്തീകരിച്ച് മുന്നോട്ട് വരികയാണ് ചെയ്യേണ്ടത്. അതിനുള്ള താമസമാണ് ഈ രാജി വൈകുന്നതിന് കാരണമായി പറയപ്പെടുന്നത്. ശ്രീജിത്ത്, ഇപ്പോൾ ഒരു ആശയവിനിമയം നടന്നിട്ടുണ്ടോ? ഇപ്പോൾ AICC നേതൃത്വം അത് KPCCക്ക് തീരുമാനം വിട്ടു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ കേന്ദ്ര സംസ്ഥാന നേതൃത്വങ്ങൾ തമ്മിൽ അത്തരത്തിലൊരു ആശയവിനിമയം ഇതിനോടകം നടന്നിട്ടുണ്ടോ ശ്രീജിത്ത്? ഉന്മേഷ്, കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുമായി സണ്ണി ജോസഫ്, KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് പലതവണ ആശയവിനിമയം രാവിലെ മുതൽ തന്നെ നടത്തുന്നുണ്ട്. ഇന്നലെയും അത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ഉണ്ടായിരുന്നു. ഇന്നലെ ഉച്ചവരെ ഈ രാജി വേണ്ടതില്ല എന്നൊരു അഭിപ്രായത്തിനായിരുന്നു മുൻതൂക്കം. അപ്പോൾ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ മാത്രമായിരുന്നു കർശന സമീപനം സ്വീകരിച്ചിരുന്നെങ്കിൽ ഇന്നലെ പുറത്തു വന്ന പുതിയ ശബ്ദരേഖയോടുകൂടി കാര്യങ്ങൾ കീഴ്മേൽ മറിഞ്ഞു. രാജി അനിവാര്യമാണെന്ന നിലപാടിലേക്ക് ഭൂരിപക്ഷം ആളുകളും എത്തി. എന്നാൽ ഇതിൻ്റെ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡുമായും അനൗപചാരികമായ സംഭാഷണങ്ങളും ആശയവിനിമയങ്ങളും നടന്നിട്ടുണ്ട്, ഇപ്പോഴും നടക്കുന്നുണ്ട്. എങ്കിൽ പോലും നടപടിക്രമങ്ങൾ പൂർത്തീകരിക്കാതെ സംഘടനാപരമായ നടപടിയിലേക്ക് കോൺഗ്രസിന് നീങ്ങാൻ കഴിയില്ല. അതാണ് സംഘടനാ കീഴ്വഴക്കം. അത് പാലിച്ചുകൊണ്ടുള്ളൊരു നടപടിയാണ് വൈകുന്നത്. അതിന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫാണ് മുൻകൈയെടുക്കേണ്ടത് എന്ന അഭിപ്രായമാണ് ഹൈക്കമാൻഡ് നേതാക്കൾക്കുമുള്ളത്. ഈ നിലവിൽ ഈ നേതാക്കളുടെ പരസ്യപ്രതികരണങ്ങൾ തന്നെ വന്നു കഴിഞ്ഞുവല്ലോ ശ്രീജിത്ത്. ഇപ്പോൾ ഉമാ തോമസ് MLA ആണെങ്കിൽ മാറി നിൽക്കണമെന്ന് പറയുന്നുണ്ട്. ജോസഫ് വാടക്കൻ, ഷാനിമോൾ ഉസ്മാൻ തുടങ്ങിയ നേതാക്കളൊക്കെ അത് പരസ്യമായി തന്നെ പ്രകടിപ്പിച്ച് കഴിഞ്ഞുവല്ലോ ശ്രീജിത്ത്. തീർച്ചയായും ഒരു കാലത്തും ഇല്ലാത്ത വിധം കോൺഗ്രസിൻ്റെ പാർലമെൻ്ററി പാർട്ടിയിൽ നിന്ന്, കോൺഗ്രസിൻ്റെ സംഘടനാ നേതൃത്വത്തിൽ നിന്ന്, മറ്റ് പോഷക സംഘടനകളിൽ നിന്ന് എല്ലാം MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം വളരെ പരസ്യമായി ഉയർന്നു കഴിഞ്ഞു. തൊഴിലാളി വിഭാഗമായ INTUC നടക്കുമ്പോഴും അത്തരത്തിലുള്ള ആവശ്യങ്ങൾ മുന്നോട്ട് വന്നു കഴിഞ്ഞു. അങ്ങനെ എല്ലാ തരത്തിലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ രാജിക്ക് വേണ്ടിയുള്ള മുറവിളി കോൺഗ്രസിനകത്താണ് ഏറ്റവും ശക്തമായി ഉയരുന്നത്. അത്തരമൊരു മുറവിളിക്ക് കാതോർക്കാൻ KPCC നേതൃത്വം തയ്യാറാകേണ്ടിയിരിക്കുന്നു എന്നതാണ് ഇപ്പോൾ ഉരുത്തിരിയുന്ന ഒരു സാഹചര്യം. അങ്ങനെ ഒരു കാര്യത്തിന് KPCC അധ്യക്ഷനെ പിറകോട്ട് വലിക്കുന്നത് ഉപതെരഞ്ഞെടുപ്പ് ഭീതി മാത്രമാണോ അതോ മറ്റെന്തെങ്കിലും തരത്തിലുള്ള എതിർപ്പുകളാണോ എന്ന കാര്യങ്ങളൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ KPCC നേതൃത്വം തന്നെ ഈ രാജിക്കാര്യത്തിൽ ഏകാഭിപ്രായമുണ്ടോ എന്ന കാര്യം സംശയമാണ്. ഷാഫി പറമ്പിലും മറ്റും രാജി ആവശ്യത്തെ എതിർക്കുകയാണ് നേരത്തെ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും ഷാഫി പറമ്പിൽ അതേ നിലപാടിലാണ് എന്ന് പറയുന്നു. ഇന്ന് രാവിലെ നമുക്ക് നൽകിയ പ്രതികരണത്തിൽ KPCC വർക്കിംഗ് പ്രസിഡന്റായി AP അനിൽകുമാറും രാജി ആവശ്യം ഇപ്പോൾ പ്രസക്തമല്ല എന്നൊരു പരാമർശം നടത്തുകയുണ്ടായി. അപ്പോൾ KPCC നേതൃത്വത്തിൽ ഇത്തരത്തിൽ ഈ കാര്യങ്ങളിൽ ഏകാഭിപ്രായം ഇല്ലാത്തതുകൊണ്ടാണോ തീരുമാനം വൈകുന്നത് എന്ന സന്ദേഹവും ശക്തമായി തന്നെ ഉയരുന്നുണ്ട്. ശരി, R ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.